കിഴക്ക് കനോലി കനാലും പടിഞ്ഞാറ് അറബിക്കടലിനുമുള്ളിലായി സ്ഥിതി ചെയ്യുന്നതാണ് കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി 5 വർഷം പിന്നിടുന്ന ഈ വേളയിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ സന്തോഷത്തിലും ചാരിതാർത്ഥ്യത്തിലുമാണ് ഈ ഭരണസമിതി. കക്ഷി രാഷ്ട്രീയ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരുടെയും സഹകരണത്തോടെ 5 വർഷം ഭരിക്കാനായി സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ അഭിമാനവും സന്തോഷവും. എല്ലാവരെയും നന്ദിയോടെ സ്മരിക്കുന്നു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, കൃഷിഭവൻ, ആയുർവേദ ഡിസ്പെൻസറി, ഹോമിയോ, കുടുംബാരോഗ്യ കേന്ദ്രം, സബ് സെന്ററുകൾ, മൃഗാശുപത്രി, 4 സ്കൂളുകൾ, മറ്റ് എല്ലാ ഘടക സ്ഥാപനങ്ങളുടെയും ഭൗതിക സാഹചര്യങ്ങൾ നവീകരിക്കാനായി സാധിച്ചു. സമഗ്ര വികസനത്തിനുതകുന്ന ഒട്ടേറെ പദ്ധതികളും ഇക്കാലയളവിൽ നടപ്പിലാക്കാൻ നമുക്ക് സാധിച്ചു. അതിദരിദ്രരില്ലാത്ത പഞ്ചായത്താക്കുന്നതിനും പഞ്ചായത്തും ഘടക സ്ഥാപനങ്ങളും ഹരിത സ്ഥാപനങ്ങളാക്കി മാറ്റുന്നതിനും മാലിന്യമുക്ത പഞ്ചായത്താക്കുന്നതിനും നമുക്ക് സാധിച്ചു. തുടർച്ചയായി ISO സർട്ടിഫിക്കേഷൻ നിലനിർത്തി. ആയുർവേദ ഡിസ്പെൻസറിക്ക് കായകൽപ്പം അവാർഡും കുടുംബാരോഗ്യ കേന്ദ്രത്തിന് NAS സർട്ടിഫിക്കേഷനും നേടിയത് അഭിമാനാർഹമാണ്. ഉൽപാദന സേവന പശ്ചാത്തല മേഖലകളിൽ പുതുപദ്ധതികൾ നടപ്പിലാക്കിയും കുട്ടികളെയും വയോജനങ്ങളെയും ചേർത്തു പിടിച്ചുകൊണ്ട് കയ്പമംഗലത്തെ മധുരമംഗലമാക്കിക്കൊണ്ട് സമ്പൂർണ്ണ ശുചിത്വ കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ 40 ഹരിതകർമ്മസേനാ പ്രവർത്തകരും അവർക്ക് മികച്ച പ്രതിമാസ വരുമാനം ഉറപ്പുവരുത്തുവാനും ഉത്സവ ബത്ത കൂടി നൽകാനും കഴിഞ്ഞു. 3000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള MCF, 20 വാർഡിലും മിനി MCF. ഹരിതമിത്രം ആപ്പ് വഴി 100% മെറ്റീരിയൽ കളക്ഷൻ ഉറപ്പുവരുത്തുന്നു. MCFൽ ബെയിലിംഗ് മെഷീൻ, വെയിങ് മെഷീൻ, തരംതിരിക്കാൻ സോർട്ടിംഗ് ടേബിൾ, കൺവെയർ ബെൽറ്റ് സംവിധാനങ്ങൾ. മാലിന്യ നീക്കത്തിന് 2 ഇലക്ട്രിക് വാഹനങ്ങൾ. ഓരോ വാർഡിലേക്കും സ്പ്രിംഗ് ത്രാസ്. MCFൽ ഉപയോഗിക്കുന്നതിന് പ്രത്യേക തരം ട്രോളിയും ഇരുന്ന് തരം തിരിക്കുവാനുള്ള പ്രത്യേക ഇരിപ്പിടങ്ങളും. ഹരിതകർമ്മസേനയ്ക്ക് ആവശ്യമായ മികച്ച സൗകര്യങ്ങൾ: യൂണിഫോം, ഗ്ലൗസ്, മഴക്കോട്ട്, തൊപ്പി, മാസ്ക്, ശീതീകരിച്ച ഓഫീസ് റൂം, വാട്ടർ പ്യൂരിഫയർ, CCTV എന്നീ സൗകര്യങ്ങൾ. മാലിന്യങ്ങൾ ശേഖരിക്കാൻ ട്രോളി. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയൽ ഒഴിവാക്കുന്നതിനായി ബിന്നുകൾ, ബോട്ടിൽ ബൂത്തുകൾ. വീടുകളിൽ അടുക്കള മാലിന്യം നീക്കുന്നതിന് കമ്പോസ്റ്റ് തയ്യാറാക്കുന്നതിനും ബയോബിൻ ലഭ്യമാക്കി. കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ 2 ഉപകേന്ദ്രങ്ങൾ പുതുതായി കെട്ടിടം പണിത് പ്രവർത്തനം തുടങ്ങി. ആയുഷ് സെന്ററിന് 98.33% പോയിന്റോടെ കായകൽപ്പം അവാർഡ് നേടി തൃശൂരിൽ ഒന്നാമതായി. കുടുംബാരോഗ്യ കേന്ദ്രം 97.89% പോയിന്റോടെ NQAS എന്ന ദേശീയ ഗുണനിലവാര അംഗീകാരം നേടി. നിർധനരായ രോഗികൾക്കായി ഒരു ആംബുലൻസ് MP ഫണ്ടിൽ നിന്നും ലഭ്യമാക്കി. പാലിയേറ്റീവ് കെയർ രോഗികൾക്കായി ഒരു വാഹനം സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ CSR ഫണ്ടിൽ നിന്നും ലഭ്യമാക്കി. ഹെൽത്ത് ആർദ്രം സാന്ത്വന പരിചരണം 29,88,868. മരുന്ന് വാങ്ങൽ 46,03,720. ശമ്പളം ഓണറേറിയം 4,87,66,447. പകർച്ചവ്യാധി നിവാരണം 30,653. വനിതകൾക്കായുള്ള യോഗ പരിശീലനം 16,000. അതിദരിദ്രർക്ക് മരുന്ന് 2,99,943. ഡയാലിസിസ് ധനസഹായം 2,46,600. ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ 8,73,996. അടിസ്ഥാന രോഗനിർണയ സൗകര്യ വികസനം 17,42,862. അടിസ്ഥാന സൗകര്യ വികസനം 4,95,700. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വിദ്യാഭ്യാസ മേഖല മികവുറ്റതാക്കി. GFVHS സ്കൂളിൽ മികച്ച പഠന നിലവാരവും അതിനുതകുന്ന പശ്ചാത്തല സൗകര്യങ്ങളും ഒരുക്കി MLA, കിഫ്ബി, ജില്ലാ പഞ്ചായത്ത് ഫണ്ടുകൾ ഉപയോഗിച്ച് കെട്ടിടവും പാചകപ്പുരയും ഡൈനിംഗ് ഹാളും ഉദ്ഘാടനം ചെയ്തു. ഹയർ സെക്കൻഡറിയും VHSയും കൂടാതെ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ ഒഴിവു ദിവസങ്ങളിൽ 1 വർഷത്തെ തൊഴിൽ പഠനം 2 കോഴ്സുകൾ നടപ്പിലാക്കി.
ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെ ഓപ്പൺ എയർ ഓഡിറ്റോറിയം, ചുറ്റുമതിൽ, ഫർണിച്ചർ അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കി. GFLP കെട്ടിടത്തിന് 1 കോടി രൂപ സർക്കാർ വകയിരുത്തിയിട്ടുണ്ട്. GLP സ്കൂൾ കൂരിക്കുഴിയിൽ ബാലസൗഹൃദമായി കളിവീടോടുകൂടിയ സ്കൂൾ കെട്ടിടം MLA ഫണ്ടിലൂടെ നൽകി. GFLP, GMLP സ്കൂളുകളിൽ പുതിയ ടോയ്ലറ്റ് ബ്ലോക്ക്, സമേതം പരിപാടിയിലൂടെ ലിംഗസമത്വം, പഠന പിന്നോക്ക പരിഹരിക്കൽ, വിജ്ഞാനോത്സവം, കുട്ടികളുടെ പാർലമെന്റ്, ഭരണഘടനാ ചുമർ എന്നിവർ നടപ്പിലാക്കി. SSK വിഹിതം 82 ലക്ഷം അടച്ചു. LP സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണം, അംഗീകൃത ലൈബ്രറികൾക്ക് പത്രമാസികകൾ നൽകുന്നു. സ്കൂളുകൾ എല്ലാം ഹരിത സ്കൂളിനുള്ള സർട്ടിഫിക്കറ്റ് നേടി വിദ്യാഭ്യാസ മേഖല മാതൃകയായി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ വനിതാ ശാക്തീകരണം. കയ്പമംഗലം പഞ്ചായത്ത് വനിതാ ശിശു സൗഹൃദം. വനിതകൾക്കായി ഫിറ്റ്നസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. യോഗ പരിശീലനം എല്ലാ വാർഡിലും നടത്തിവരുന്നു. സ്ത്രീകൾക്കും വിദ്യാർത്ഥിനികൾക്കും മെൻസ്ട്രുവൽ കപ്പ് വിതരണം ചെയ്തു. വനിതകൾക്ക് ചെണ്ടുമല്ലി കൃഷി. വനിതാ ഗ്രൂപ്പുകൾക്കും വ്യക്തികൾക്കും സ്വയം തൊഴിൽ പദ്ധതികളും സ്വയം തൊഴിൽ ധനസഹായവും. വനിതാ സംരംഭകർക്ക് സ്കൂട്ടർ പദ്ധതി നടപ്പിലാക്കി വരുന്നു. യുവതീ യുവാക്കൾക്കിടയിൽ കലാകായിക മികവുണർത്തി കേരളോത്സവം. ഈ ഭരണസമിതി കാലയളവിൽ 4 പ്രാവശ്യമാണ് കേരളോത്സവം നടത്താൻ കഴിഞ്ഞത്. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി 1500-ലധികം യുവതി യുവാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് കേരളോത്സവങ്ങൾ സംഘടിപ്പിച്ചത്. ദിവസങ്ങളോളം നീണ്ടുനിൽക്കുന്ന ഗ്രാമോത്സവമായാണ് നടത്തിയിരുന്നത്. ഈ കാലയളവിൽ 35-ൽ പരം ക്ലബ്ബുകൾ പ്രവർത്തനക്ഷമമാക്കാനും പരസ്പരം സ്നേഹവും ബഹുമാനവും കൂട്ടായ്മയും ഉണ്ടാക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച കേരളോത്സവം സംഘടിപ്പിക്കാനും വിജയികളെ ബ്ലോക്കിലും ജില്ലയിലും സംസ്ഥാന തലത്തിലും വരെ പങ്കെടുപ്പിച്ച് പ്രൈസുകൾ നേടാൻ കഴിഞ്ഞത് അഭിമാനാർഹമായ നേട്ടമാണ്. ഈ കാലയളവിൽ ബ്ലോക്കിൽ 3 തവണ ഓവറോൾ ചാമ്പ്യന്മാരാവാനും ആർട്സ്, സ്പോർട്സ് അടക്കം മുഴുവൻ ഓവറോളുകളും നേടാനും സാധിച്ചു എന്നത് എടുത്ത് പറയേണ്ടതാണ്. ശിശു, വയോജന, ഭിന്നശേഷി സൗഹൃദ കയ്പമംഗലം. മികച്ച അംഗനവാടികൾ. എല്ലാത്തിനും ശിശു സൗഹൃദ പെയിന്റിംഗ്, മോട്ടോർ, വാട്ടർ ടാങ്ക്, വാട്ടർ പ്യൂരിഫയർ, വേയിങ് മെഷീൻ, മ്യൂസിക് സിസ്റ്റം, ബുക്ക് സ്റ്റാൻഡ്. 33 അംഗനവാടികളിൽ 32 എണ്ണത്തിനും സ്വന്തമായി കെട്ടിടം. അവശേഷിക്കുന്ന ഒരെണ്ണത്തിന് 35 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. അംഗനവാടി കലോത്സവം മികച്ച സംഘാടനത്തോടെ ശ്രദ്ധേയം. ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക കലാകായികോത്സവം, ശലഭോത്സവം എന്ന പേരിൽ ഗംഭീരമായി ഒരു ദിവസം നീണ്ടുനിൽക്കുന്ന ആഘോഷം സംഘടിപ്പിച്ചു. ഭിന്നശേഷിക്കാർക്ക് വിനോദയാത്ര സംഘടിപ്പിച്ചു. ഭിന്നശേഷിക്കാർക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്തു. വയോജനങ്ങൾക്ക് കട്ടിൽ, സഹായോപകരണങ്ങൾ എന്നിവ വിതരണം ചെയ്തു. പഠനവൈകല്യം നേരത്തെ തിരിച്ചറിയാൻ മാതാപിതാക്കൾക്ക് ബോധവൽക്കരണ ക്ലാസ്. വനിതകൾക്കായി കലോത്സവം, വനിതോത്സവം എന്ന പേരിൽ സംഘടിപ്പിച്ചു. വയോജനങ്ങൾക്കായി വയോമംഗലം എന്ന പേരിൽ കലോത്സവം സംഘടിപ്പിച്ചു. തീരദേശ ഗ്രാമമായ കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് മത്സ്യത്തൊഴിലാളി കുടുംബാംഗങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി ഫിഷറീസ് വകുപ്പുമായി ഒത്തൊരുമിച്ചു കൊണ്ടുപോകുന്നു. വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ, ലാപ്ടോപ്പ്, കുടുംബാംഗങ്ങൾക്ക് വാട്ടർ ടാങ്ക്, തൊഴിലാളികൾക്ക് ലൈഫ് ജാക്കറ്റ്, ഐസ് ബോക്സ്, മത്സ്യബന്ധന വല, സ്കൂട്ടർ എന്നിവ നൽകുന്നു. സുഭിക്ഷ കേരളത്തിനായി പൊതുകുളങ്ങൾക്കും മത്സ്യകർഷകർക്കും മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം നടത്തുന്നു. കയ്പമംഗലത്തിന്റെ കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്കായി 75% സബ്സിഡിയായി കേരള കർഷകർക്ക് ജൈവവളം നൽകിപ്പോരുന്നു. പച്ചക്കറി കൃഷി, ഇടവിള കൃഷി, ഫലവൃക്ഷത്തൈ കൃഷി, പൂക്കൃഷി, കുറ്റി കുരുമുളക് കൃഷി, കവുങ്ങ് കൃഷി, വാഴകൃഷി, കൂൺ കൃഷി, കരനെൽ കൃഷി, മത്സ്യകൃഷി എന്നിവയ്ക്ക് ഫണ്ട് വകയിരുത്തിക്കൊണ്ട് എല്ലാ വിഭാഗം കർഷകരെയും പ്രോത്സാഹിപ്പിക്കുന്നു. കൃഷിക്ക് സ്ഥലം ഇല്ലാത്തവർക്ക് ടെറസിലും അടുക്കളമുറ്റത്തും കൃഷി ചെയ്യുന്നതിന് സഹായം നൽകുന്നു. കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കുട്ടികൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും അവാർഡുകൾ നൽകി ആദരിക്കുന്നു. എക്കോ ഷോപ്പ് വഴി വിഷരഹിത പച്ചക്കറി എല്ലാവർക്കും ലഭ്യമാക്കുന്നു. കേര കർഷകരുടെ നിരന്തര പ്രശ്നമായ കൊമ്പൻ ജെല്ലി, മറ്റ് കീടങ്ങൾ എന്നിവയുടെ നിയന്ത്രണത്തിന് വേണ്ടിയുള്ള വിദഗ്ധരുടെ ക്ലാസുകൾ നൽകുന്നു. കേടുവന്ന തെങ്ങ് മുറിച്ചുമാറ്റി പകരം പുതിയ തെങ്ങിൻ തൈ വെക്കുന്നതിനുള്ള പദ്ധതികളും നടപ്പിലാക്കി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മയക്കുമരുന്ന് ഉപയോഗവും വിൽപ്പനയും തടയുന്നതിനായി നമുക്ക് കൈകോർക്കാം എന്ന പേരിൽ ലഹരിക്കെതിരായ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി ചളിങ്ങാട് അമ്പലനടയിൽ നിന്നും കാക്കാതുരുത്തി പള്ളിവളവിലേക്ക് കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. കൂടാതെ പഞ്ചായത്ത് തലത്തിലും വാർഡ് തലങ്ങളിലും ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡിൽ 3.25 ഏക്കർ സ്ഥലം പൊതു ആവശ്യങ്ങൾക്കായി വിട്ടുനൽകി.
2.5 ഏക്കർ സ്ഥലം പൊതുക്കളിസ്ഥലത്തിനും 43 സെന്റ് സ്ഥലം നിർധനർക്ക് വീട് വയ്ക്കുന്നതിനും 10 സെന്റ് സ്ഥലം ആശ്രയ അഗതി മന്ദിരത്തിനും 14 സെന്റ് സ്ഥലം ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനും ബാക്കി സ്ഥലം പൊതു റോഡിനുമായാണ് വിട്ടു നൽകിയിട്ടുള്ളത്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം 200-ലധികം വീടുകൾ പണി പൂർത്തീകരിച്ച് താക്കോൽദാനം നടത്തി. അതോടൊപ്പം തന്നെ എഗ്രിമെന്റ് വെച്ച എല്ലാവരുടെയും വീട് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഭൂരഹിത ഭവനരഹിതർക്ക് ഭൂമി വാങ്ങുന്നതിന് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. അതിദരിദ്രർക്ക് ഭൂമി വാങ്ങി വീട് വെച്ച് നൽകുന്നു. PMAY പ്രകാരം വീടുകൾക്ക് ഫണ്ട് നൽകുന്നു. കോവിഡ് മഹാമാരിയിൽ പകച്ചുനിന്ന ജനങ്ങളെ ചേർത്ത് പിടിച്ച് കോവിഡ് രോഗികളെ താമസിപ്പിക്കാൻ ബുസ്താനുൽ ഉലൂം അറബിക് കോളേജിൽ റീഹാബിലേഷൻ സെന്റർ ഒരുക്കി. അവർക്ക് ചികിത്സയും ഭക്ഷണവും താമസ സൗകര്യവും ഒരുക്കിയിരുന്നു. കോവിഡ് നിവാരണത്തിനുള്ള വാക്സിനേഷൻ ആശുപത്രിയിൽ സൗകര്യക്കുറവ് ആയപ്പോഴും ഗ്രാമപഞ്ചായത്ത് RMOയുമായി ഇടപെട്ട ഹിറ സ്കൂളിലും പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലുമായി വാക്സിനേഷൻ കേന്ദ്രങ്ങൾ ഒരുക്കി കൃത്യമായി 20 വാർഡിലെയും ജനങ്ങൾക്ക് ആരോഗ്യവകുപ്പിന്റെ മുൻഗണനാക്രമം അനുസരിച്ച സൗകര്യമൊരുക്കി. അവിടേക്ക് സഹായത്തിനായി സ്റ്റാഫിനെയും ഡാറ്റ എൻട്രിയും സൗകര്യവും കൊടുത്തു. ജനങ്ങളുടെ ഭീതി ഒഴിവാക്കി എല്ലാവർക്കും 2-3 വാക്സിനുകൾ നൽകി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം 3,51,033 തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചു. നിലവിൽ 1,655 തൊഴിലാളികൾ തൊഴിൽ ചെയ്യുന്നു. അതിൽ 100 തൊഴിൽ ദിനങ്ങൾ ലഭിച്ചവരുടെ എണ്ണം 1,603. മൊത്തം ചിലവഴിച്ച തുക 14,18,08,000. കയ്പമംഗലം പഞ്ചായത്തിൽ പശ്ചാത്തല മേഖലയിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചു. 240ഓളം റോഡുകൾ ടാറിംഗ് നടത്താൻ കഴിഞ്ഞു. 60ഓളം റോഡുകൾ പണി ചെയ്യുന്നതിനായി ടെൻഡർ പ്രവർത്തനങ്ങൾ നടന്നുകഴിഞ്ഞു. 70ഓളം കാനയുടെയും കൾവെട്ടറുകളുടെയും പ്രവർത്തനങ്ങൾ കഴിഞ്ഞു. കൂടാതെ ഗ്രാമലക്ഷ്മി റോഡിൽ 50 ലക്ഷം രൂപ ചെലവഴിച്ച് പാലം നിർമ്മിക്കുകയും തീരദേശ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കണക്കാട്ടുശ്ശേരി പാലം 50 ലക്ഷം രൂപയും ചെലവഴിച്ചുകൊണ്ട് പ്രദേശവാസികൾക്ക് തുറന്നുകൊടുക്കാൻ സാധിച്ചു. മാഠാനിക്കുളം കൂരിക്കുഴി റോഡിന്റെ മധ്യഭാഗത്തായി പാലം നിർമ്മിച്ച് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കി കൊടുത്തു. 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1073 മീറ്റർ ടാറിങ്ങും 275 മീറ്റർ ടൈൽ വിരിക്കലും നിർവഹിച്ചു. 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5929 മീറ്റർ ടാറിങ്ങും 961 മീറ്റർ ടൈൽ വിരിക്കലും നിർവഹിച്ചു. 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6837 മീറ്റർ ടാറിങ്ങും 859 മീറ്റർ ടൈൽ വിരിക്കലും നിർവഹിച്ചു. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 24,362 മീറ്റർ ടാറിങ്ങും 3,296 മീറ്റർ ടൈൽ വിരിക്കലും നിർവഹിച്ചു. 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4,858 മീറ്റർ ടാറിങ്ങും 833 മീറ്റർ ടൈൽ വിരിക്കലും നിർവഹിച്ചു. ഈ ഭരണസമിതിയുടെ 5 വർഷ കാലയളവിൽ 52,060 മീറ്റർ ടാറിങ്ങും 6,255 മീറ്റർ ടൈൽ വിരിക്കലും ചെയ്യാൻ കഴിഞ്ഞു എന്നത് അഭിമാനത്തോടെ അറിയിക്കുന്നു. സ്ത്രീ ശാക്തീകരണത്തിലൂടെ കുടുംബങ്ങളുടെ ഉന്നമനത്തിനായി കയ്പമംഗലത്തെ കുടുംബശ്രീ കൂട്ടായ്മ 396 അയൽക്കൂട്ടങ്ങളിലായി 5,336 അംഗങ്ങൾ, 14 ഓക്സിലറി ഗ്രൂപ്പുകൾ, 25 ബാലസഭകൾ, 200-ലധികം സംരംഭങ്ങൾ, 150-ലധികം JLG ഗ്രൂപ്പുകൾ. 40 സംരംഭങ്ങൾക്ക് ലോൺ കൊടുത്തു. കുടുംബങ്ങളുടെ ഉപജീവനത്തിനായി സഹായിക്കുന്നു. 20 ആനിമൽ ഹസ്ബൻഡറി സംരംഭങ്ങൾ, 2 പ്രൊഡ്യൂസർ ഗ്രൂപ്പിന് മെഷീൻ, 5 തീരദേശ വാർഡുകൾക്കായി കോസ്റ്റൽ വളണ്ടിയർ, ആശ്രയ ഗുണഭോക്താക്കൾക്ക് ഭക്ഷ്യവിതരണം, ഭവന പുനരുദ്ധാരണം, മെഡിക്കൽ ക്യാമ്പ്, മരുന്ന് വിതരണം. ഉജ്ജീവനം പദ്ധതി പ്രകാരം 7 കുടുംബത്തെ ദാരിദ്ര്യമുക്തരാക്കി. വനിതാ സംരംഭകർക്ക് സ്കൂട്ടർ, വനിതാ ഗ്രൂപ്പുകൾക്ക് സ്വയം തൊഴിൽ ധനസഹായം, വനിതകൾക്കായി ഫിറ്റ്നസ് സെന്റർ, ആയുർവേദ ആശുപത്രിയിലും വാർഡ് തലത്തിലും യോഗ പരിശീലനം, സ്ത്രീകൾക്ക് മെൻസ്ട്രുവൽ കപ്പ് വിതരണം. FLHW പ്രകാരം കുടുംബങ്ങളിലെ പോഷകാഹാരം, ശുചിത്വം എന്നിവ ഉറപ്പാക്കുന്നു. DCUGKY DWMCM വഴി അഭ്യസ്തവിദ്യരായ തൊഴിൽ അന്വേഷകർക്ക് പരിശീലനവും തൊഴിൽ ലഭ്യതയും ഉറപ്പാക്കുന്നു. എല്ലാ മാസവും 51 കുടുംബങ്ങൾക്ക് ആശ്രയ കിറ്റ് കൊടുക്കുന്നു. അതിദാരിദ്ര്യം ഒരു അംഗത്തിന് CDS മെമ്പർമാർ ഏറ്റെടുത്ത് ഭക്ഷ്യക്കിറ്റ് കൊടുത്തുവരുന്നു. താലൂക്ക് തലത്തിൽ അരങ്ങ് കലോത്സവത്തിൽ 2 പ്രാവശ്യം ഓവറോൾ, ബ്ലോക്ക് തല പാചക മത്സര വിജയികൾ, ബ്ലോക്ക് തല ഓണച്ചന്ത വിജയികൾ, ബ്ലോക്ക് തല മാലിന്യമുക്ത നവകേരളം വിജയികൾ. ISO അംഗീകാരം തൃശൂർ ജില്ലയിൽ 3ാം സ്ഥാനം. സാമ്പത്തിക സാക്ഷരതയ്ക്കായി ട്രെയിനിംഗ് ലഭിച്ച FLC RPമാർ. നാടിന്റെ ആവശ്യവും ഉന്നമനവും ലക്ഷ്യം വെച്ചുകൊണ്ട് മോഡൽ സിഡ്സ് വിഷൻ ബിൽഡിംഗ്. പുതുതലമുറയും വയോജനങ്ങളും കൂടിയുള്ള സംഗമങ്ങൾ.
വെട്ടം പദ്ധതി പ്രകാരം 20 വാർഡുകളിലായി 1487 തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചു. കയ്പമംഗലത്തിന്റെ കരുതൽ വിളിച്ചോതി സ്നേഹത്തിന്റെ ചുക്കുകാപ്പി. ഹൈവേകളിൽ അപകടം പതിവായപ്പോൾ, അപകട മരണങ്ങൾ തുടർക്കഥയായപ്പോൾ കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ MLAയും പോലീസും നാട്ടിലെ മുഴുവൻ ആളുകളെയും ചേർത്ത് പിടിച്ച് ക്ലബ്ബുകളും രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും മഹല്ല് ചർച്ച അമ്പല കമ്മിറ്റികളും തുടങ്ങി വിവിധങ്ങളായ സംഘടനകൾ ചേർന്ന് രാത്രികാലങ്ങളിൽ ഉറക്കം മൂലമുള്ള അപകടങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ സംഘടിപ്പിച്ച പദ്ധതിയാണ് ഡ്രൈവർക്കൊരു ചായ എന്നത്. രാത്രി 12 മണിക്ക് ആരംഭിച്ച് പുലർച്ചെ 5 മണിവരെ 225 ദിനങ്ങൾ ഈ പദ്ധതി നടപ്പിലാക്കി. പുതിയ ഹൈവേ പണി ആരംഭിച്ചപ്പോഴാണ് താൽക്കാലികമായി നിർത്തിവെച്ചത്. ഈ പദ്ധതി നടപ്പിലാക്കിയ കാലയളവിൽ ഒരു ആക്സിഡന്റ് പോലും ഉണ്ടായിരുന്നില്ല എന്നത് സന്തോഷകരമാണ്. കയ്പമംഗലത്തിന്റെ കരുതലായ ഈ ചുക്കുകാപ്പി കേരളത്തിലും പുറത്തും പ്രവാസ ലോകത്ത് പോലും കയ്പമംഗലത്തുകാരുടെ നന്മ മനസ്സ് ചർച്ച ചെയ്യുന്ന ഒരു പദ്ധതിയായി മാറി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം നടത്തി. മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന ലക്ഷ്യം കൈവരിക്കാൻ തൃശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയതും ആധുനിക സൗകര്യങ്ങളോടും കൂടിയ MCF യാഥാർത്ഥ്യമാക്കി. കൂരിക്കുഴിയിലും കാക്കാത്തിരുത്തിയിലുമായി കുടുംബാരോഗ്യത്തിന്റെ കീഴിലായി 2 സബ് സെന്ററുകൾ, ട്രേക്ക് ബാക്ക് പദ്ധതി, നീന്തൽക്കുളം, പഞ്ചായത്തിന് സ്വന്തമായി ആംബുലൻസ് സർവീസ്, 2 വാട്ടർ ATMകൾ, കയ്പമംഗലത്തിന് സ്വന്തം ടർഫ്, ക്രിമിറ്റോറിയം, കയ്പമംഗലം കൂരിക്കുഴി ബീച്ചിൽ വിസ്മയ തീരം പാർക്ക്, സമ്പൂർണ്ണ വെട്ടം പദ്ധതി നടപ്പിലാക്കി ഹൈമാസ് മിനിമസ് ലൈറ്റുകൾ, ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ 200 മുകളിൽ വീടുകൾ താക്കോൽദാനം നടത്തി. 300ഓളം റോഡുകൾ സഞ്ചാരയോഗ്യമാക്കി. പ്രധാനപ്പെട്ട 3 പാലങ്ങൾ പണിതീർത്തു. കയ്പമംഗലത്തിന്റെ പേര് വാനോളം ഉയർത്തി ഹൈവേയിൽ ആക്സിഡന്റുകൾ ഇല്ലാതാക്കാൻ രാത്രികാലങ്ങളിൽ ചുക്കുകാപ്പി വിതരണം. യുവതീ യുവാക്കളുടെ കലാകായിക മികവ് ഉയർത്തിക്കൊണ്ട് 4 വർഷം അതിഗംഭീരമായ രീതിയിൽ കേരളോത്സവം സംഘടിപ്പിച്ചു. ആരോഗ്യമേഖല ലക്ഷ്യം വെച്ച യോഗ, ഫിറ്റ്നസ് സെന്റർ, ജിം എന്നിവ യാഥാർത്ഥ്യമാക്കി. വയോജനങ്ങളുടെ ഉത്സവമായി വയോമംഗലം എന്ന പേരിൽ ശ്രദ്ധേയമായ പരിപാടി സംഘടിപ്പിച്ചു. വനിതകൾക്കായി കേരളത്തിൽ തന്നെ ആദ്യമായി വനിതാരവം എന്ന പേരിൽ വനിതോത്സവം സംഘടിപ്പിച്ചു. കുട്ടികൾക്കായി ബാലകലോത്സവം സംഘടിപ്പിച്ചു. ഭിന്നശേഷി കുട്ടികൾക്കായി ശലഭോത്സവം സംഘടിപ്പിച്ചു. ലഹരി വിമുക്തമാക്കുന്നതിന് ഭാഗമായി കയ്പമംഗലത്ത് കൂട്ടയോട്ടം, ലഹരി വിരുദ്ധ ക്ലാസുകളും വളരെ നന്നായി സംഘടിപ്പിച്ചു. ഫിഷറീസ് സ്കൂളിലേക്ക് ടോയ്ലറ്റ് സമുച്ചയം, കയ്പമംഗലത്തെ LP സ്കൂളുകളിലേക്ക് പ്രഭാത ഭക്ഷണം, കയ്പമംഗലം പഞ്ചായത്ത് ബാലസൗഹൃദ പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. അതിലൂടെ എല്ലാ അംഗൻവാടികളും വികസനത്തിന്റെ വഴിയിലേക്ക് നയിച്ചു.